Hello students, welcome back to Bosco Campus Vision. In the last session we were dealing with a smart card based payment system. So in this session we will look into the various types of smart cards. So smart cards have become popular due to their compact size and various functionalities. There are various types of smart cards and they are available in various sizes. Smart cards can be as big as a credit card or they can be as small as a SIM card. സോ സ്മാർട്ട് കാർഡിൻ്റെ മീനിങ്ങും ഫങ്ഷണാലിറ്റീസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നമുക്കറിയാം സ്മാർട്ട് കാർഡ്സ് പല തരത്തിൽ അവൈലബിൾ ആണ്, പല സൈസസിൽ അവൈലബിൾ ആണ്. സോ ഈ വേരിയസ് സൈസസിലുള്ള അവൈലബിലിറ്റിയും അതിൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷണാലിറ്റീസുമാണ് സ്മാർട്ട് കാർഡിനെ ഇത്രയും പോപ്പുലർ ആക്കിയത്. ഒരു വലിയ ക്രെഡിറ്റ് കാർഡ് മുതൽ ഒരു ചെറിയ സിം കാർഡിൻ്റെ രൂപത്തിൽ വരെ ഇപ്പോൾ സ്മാർട്ട് കാർഡ് അവൈലബിൾ ആണ്. So here we will look into the various types of smart cards on the basis of capability and on the basis of technology. Based on capability, smart cards are of two types, that is microprocessor based smart cards and memory based smart cards. And based on technology, smart cards are of five types: contact cards, contactless cards, combination smart cards, proximity smart cards and hybrid smart cards. സോ കാർഡ്സിൻ്റെ ശേഷി അല്ലെങ്കിൽ കേപ്പബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് തരത്തിലാണ് സ്മാർട്ട് കാർഡ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതേസമയം സാങ്കേതിക വിദ്യ ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ സ്മാർട്ട് കാർഡ് 5 ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഓൺ ദ ബേസിസ് ഓഫ് കേപ്പബിലിറ്റി, ദ ഫസ്റ്റ് വൺ ഇസ് മൈക്രോ പ്രൊസസ്സർ ബേസ്ഡ് സ്മാർട്ട് കാർഡ്സ്. Micro processor based cards have greater memory storage. The security of data on microprocessor cards is greater than any other storage device because it has the microprocessor embedded in the plastic card along with the memory. സോ മെമ്മറിക്ക് പുറമെ ഒരു മൈക്രോ പ്രോസസ്സർ ചിപ്പ് എംബഡഡ് ആയിട്ട് വരുന്ന ഒരു സ്മാർട്ട് കാർഡിനെയാണ് നമ്മൾ മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. സോ ഗ്രേറ്റർ മെമ്മറി സ്റ്റോറേജും അതുപോലെ ഈ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന മെമ്മറി മറ്റേത് സ്റ്റോറേജ് ഡിവൈസിനേക്കാളും നല്ല രീതിയിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനും ഈ മൈക്രോ പ്രോസസ്സർ ചിപ്സിന് സാധിക്കും. Such cards have a 8-bit processor and 512 bytes RAM and 16 KB read-only memory. സോ ഒരു 8-bit പ്രൊസസ്സറും 512 ബൈറ്റ്സ് റാൻഡം ആക്സസ് മെമ്മറിയും 16 KB റീഡ്-ഒൺലി മെമ്മറിയാണ് ഈ ഒരു മൈക്രോ പ്രോസസ്സർ ചിപ്പ് അല്ലെങ്കിൽ കാർഡിൻ്റെ സവിശേഷതകൾ. 8-bit പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റിൽ എത്ര എമൗണ്ട് ഓഫ് ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കണക്കിനെയാണ് നമ്മൾ 8-bit എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഴ്സിനൊക്കെ 64 ബിറ്റാണ് പ്രോസസ്സിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ കാർഡിൻ്റെ ഫങ്ഷണാലിറ്റി സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് റാം ഉള്ളത്. അത് 512 ബൈറ്റ്സ് ആണ്. പിന്നെ റോം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ സ്റ്റോറേജ് പോലുള്ള സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. അത് 16 KB ആണ്. സോ റാമും റോമും ഒക്കെ നമ്മുടെ ഫോൺസിലും സിസ്റ്റത്തിലും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ആ വേർഡ്സ് ആയിട്ട് ഫെമിലിയർ ആണ്. സോ ഈ എല്ലാ ഫങ്ഷണാലിറ്റീസും അടങ്ങിയ ഒരു കാർഡിനെയാണ് നമ്മൾ മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സ്മാർട്ട് കാർഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് സം ഓഫ് ദ മൈക്രോ പ്രോസസ്സർ കാർഡ്സ് have a card operating system that manages data on the card and make it multifunctional. ചില കാർഡ്സിൽ COS കാണും, അതായത് കാർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് കാർഡ്സിലെ ഡേറ്റ മാനേജ് ചെയ്യാനും അതുപോലെ കാർഡിനെ മൾട്ടി ഫങ്ഷണൽ ആയിട്ട് പ്രവർത്തിക്കാനും സഹായിക്കും. മൾട്ടി ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് ആ കാർഡ് ഉപയോഗിച്ച് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് എ മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സ്മാർട്ട് കാർഡ്. Next is memory based smart card. The memory based smart card needs a card reader to manipulate the data on the card. Memory based cards have no processing power and cannot manage the data stored in them. These cards are widely used for access controls. സോ ഇതിലങ്ങനെ സ്പെഷ്യൽ മൈക്രോ പ്രോസസ്സേഴ്സ് ഒന്നുമില്ല, സാധാ മെമ്മറി ബേസ്ഡ് സ്മാർട്ട് കാർഡ്സ് ആണ്. സോ ഇതിനൊരു കാർഡ് റീഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് ഡേറ്റാസ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാനോ സാധിക്കൂ. സ്വയമേ ഡേറ്റാസ് പ്രോസസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ മാനേജ് ചെയ്യാനോ അതിന് സാധിക്കില്ല. സോ ബിൽഡിങ്ങിലേക്കൊക്കെ ഉള്ള ആക്സസ് കൺട്രോൾസിനാണ് ഈ മെമ്മറി ബേസ്ഡ് സ്മാർട്ട് കാർഡ്സ് കൂടുതലും ഉപയോഗിക്കാറ്. സോ ഓത്തൻറ്റിക്കേഷനും പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷനും ഒക്കെ മെമ്മറി ബേസ്ഡ് സ്മാർട്ട് കാർഡ്സ് വഴി സാധിക്കും. സോ ദീസ് ആർ ദ ടു മെയിൻ സ്മാർട്ട് കാർഡ്സ് ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് കേപ്പബിലിറ്റി. Next, on the basis of card technology, we have 5 types of smart cards and the first one is contact cards. These are the most common types of smart cards. They have gold plated terminals which come in contact with the connectors when inserted in the card reader. So gold plated terminals ഉള്ള ഒരു കോമൺ ടൈപ്പ് ഓഫ് സ്മാർട്ട് കാർഡാണ് കോണ്ടാക്ട് കാർഡ് എന്ന് പറയുന്നത്.
സോ ഒരു കാർഡ് റീഡറിൽ ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഗോൾഡ് പ്ലേറ്റ് ടെർമിനൽസ് അതിൻ്റെ കണക്റ്റേഴ്സുമായിട്ട് കോൺടാക്റ്റിലാവും. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു കോൺടാക്റ്റ് കാർഡ് പ്രവർത്തിക്കുന്നത്. സിം കാർഡ് ഇൻ മൊബൈൽ ഫോൺസ് ആർ ഓഫ് ദിസ് ടൈപ്പ്. നമ്മുടെ മൊബൈൽസിൽ ഉപയോഗിക്കുന്ന സിം കാർഡാണ് ഈ ഒരു കോൺടാക്റ്റ് കാർഡിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. Next we have contactless cards. Contactless cards do not directly come in contact with the card reader. They have an embedded antenna. When the card is taken near a reader, it transfers data by wireless coupling to the reader. These cards employ a radio frequency between card and the reader without physical insertion of the cards. സോ കോൺടാക്ട്സ് കാർഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ് കോൺടാക്ട്ലെസ് കാർഡ്സ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മളൊരു കാർഡ് റീഡറിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലൊരു ആൻറ്റീന എംബഡഡ് ആയിട്ടുണ്ടാവും. സോ ഇത് നമ്മളൊരു കാർഡ് റീഡറിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വയർലെസ് ആയിട്ട് ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. സോ റേഡിയോ ഫ്രീക്വൻസി വെച്ചിട്ടാണ് ഈ കാർഡ്സും കാർഡ് റീഡേഴ്സും തമ്മിൽ ഡേറ്റാസ് കണക്ട് ചെയ്യുന്നത്. സോ കാർഡ്സ് യൂസ്ഡ് ഫോർ പേയിങ് ടോൾ, പാർക്കിംഗ് ഫീ എക്സെട്ര യൂസ് ദിസ് ടെക്നോളജി. സോ ടോൾസിലൊക്കെ നമ്മൾ എമൗണ്ട് പേ ചെയ്ത് നമുക്ക് പാസ് ചെയ്യാൻ സാധിക്കും. സോ സ്മാർട്ട് കാർഡ്സ് ഉണ്ടെങ്കിൽ പ്രീപെയ്ഡ് ആയിട്ട് നമുക്ക് എമൗണ്ട് അടച്ചിട്ട് ആ ടോൾസിൽ എത്തുമ്പോഴത്തേക്ക് ജസ്റ്റ് ഈ സ്മാർട്ട് കാർഡ്സ് ആ ഒരു ഡിവൈസിലോട്ടൊന്ന് കാണിച്ചാൽ മതി. അപ്പോൾ കാർഡ് ഇൻസേർട്ട് ചെയ്ത് തന്നെ നമുക്ക് അവിടെ ഒരു പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് എ കോൺടാക്ട്ലെസ് സ്മാർട്ട് കാർഡ്. Next is combination smart cards. It is a combination of contact smart cards and contactless smart cards. These cards can be read and written with or without contact with the reader. They are also known as dual interface cards. സോ കോൺടാക്ട് കാർഡിൻ്റെയും കോൺടാക്ട്ലെസ് കാർഡിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സ്മാർട്ട് കാർഡിനെയാണ് നമ്മൾ ഡ്യുവൽ ഇൻ്റർഫേസ് കാർഡ്സ് എന്ന് പറയുന്നത്. സോ ഒരു കാർഡ് റീഡറിലേക്ക് എൻ്റർ ചെയ്യാതെയോ ഇൻസേർട്ട് ചെയ്തുകൊണ്ടോ നമുക്ക് ഈ കാർഡ്സ് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. Cards used for security and access controls are examples of dual interface cards. സോ നെറ്റ്വർക്ക് സെക്യൂരിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ബിൽഡിങ്ങിലേക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്കുള്ള ആക്സസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്യുവൽ ഇൻ്റർഫേസ് കാർഡ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് പ്രോക്സിമിറ്റി സ്മാർട്ട് കാർഡ്സ്. ദീസ് ആർ കോൺടാക്ട്ലെസ് സ്മാർട്ട് കാർഡ്സ് ബട്ട് ദേ ആർ റീഡ് ഒൺലി. ദേ ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ആക്സസ് കൺട്രോൾസ്. സോ ജസ്റ്റ് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷനും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്കുള്ള ആക്സസിനും വേണ്ടിയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്മാർട്ട് കാർഡ്സിനെയാണ് നമ്മൾ പ്രോക്സിമിറ്റി സ്മാർട്ട് കാർഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ ഇൻഫോർമേഷൻസ് ഒന്നും സ്റ്റോർ ചെയ്യാറില്ല. ജസ്റ്റ് ഒരു ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രമാണ് ഇത്തരത്തിലുള്ള സ്മാർട്ട് കാർഡ്സിൽ എൻറ്റർ ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ഇസ് ഹൈബ്രിഡ് സ്മാർട്ട് കാർഡ്സ്. ഹൈബ്രിഡ് കാർഡ്സ് ഹാവ് മൾട്ടിപ്പിൾ ചിപ്സ് ഇൻ ദ സെയിം കാർഡ്. ദീസ് ആർ ടിപ്പിക്കലി അറ്റാച്ച്ഡ് ടു ഈച്ച് ഇൻ്റർഫേസ് സെപ്പറേറ്റ്ലി. For example, one chip may be contact type and the second may be contactless. സോ ഒന്നിൽ കൂടുതൽ ചിപ്സ് എംബഡഡ് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് കാർഡാണ് ഹൈബ്രിഡ് സ്മാർട്ട് കാർഡ്സ് എന്ന് പറയുന്നത്. സോ രണ്ട് ചിപ്പ് എംബഡഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് രീതിയിൽ ഈ കാർഡ്സ് യൂസ് ചെയ്യാം. ഒരു ചിപ്പ് കോൺടാക്ട് ടൈപ്പായിട്ട് യൂസ് ചെയ്യാനും മറ്റൊരു ചിപ്പ് കോൺടാക്ട്ലെസ് ടൈപ്പായിട്ട് യൂസ് ചെയ്യാനായിട്ടും സഹായിക്കും. സോ രണ്ട് ഡിഫറെൻറ്റ് സ്മാർട്ട് കാർഡ്സ് ഒരേ സമയം യൂസ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ആണ് ഈ ഒരൊറ്റ ഹൈബ്രിഡ് സ്മാർട്ട് കാർഡ്സ് വഴി നമുക്ക് ലഭിക്കുന്നത്. സോ ഈ ഒരു സ്മാർട്ട് കാർഡ്സ് നമുക്ക് എല്ലാ യൂസിനും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണെങ്കിലും ആക്സസ് കൺട്രോൾസിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു ATM നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് സ്മാർട്ട് കാർഡ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ദീസ് ആർ ദ 5 മെയിൻ ടൈപ്സ് ഓഫ് സ്മാർട്ട് കാർഡ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ ടെക്നോളജി. So in this session, we discussed about the various types of smart cards on the basis of capability and on the basis of card technology. Hope all are clear with the topic. Thank you.